ഇത് കണ്ടില്ലേ, ഈ മേളിൽ കെട്ടി തൂക്കിയിട്ടേക്കുന്നത് ഇത് ഫുള്ള് യാക്കിന്റെ ഇറച്ചിയാണ് കേട്ടോ. ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ പുക അടിച്ചിട്ട് അത് ഉണങ്ങി കിട്ടും. ഓ, ഇതേണ്ടേ നമ്മൾ വന്ന മന്ദിരം. ഇതെന്താ നടുക്ക് പോകുന്ന ആളില്ലേ, ആളുടെ പേരാണ് റോബിന്. ആ കാണുന്നതാണ് റോബിന്റെ അമ്മ. റോബിന്റെ അമ്മ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ, ഈ അമ്പലത്തിലാണ്. അപ്പോൾ ആളുടെ അമ്മ നമുക്ക് രണ്ട് പഴം തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ പഴത്തിന് നല്ല വിലയുണ്ട് കേട്ടോ. ഇത് പൂജയ്ക്ക് കണ്ടുകൊണ്ടുവന്ന പഴമാ. നോ പോന്ന് ഒഴിക്കുന്നുണ്ട്. മൾബറിക്കാൻ നിൽക്കുന്നു, കുറെ പറിക്കുക. ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് തരാനാണ് കേട്ടോ. വേണ്ടേ 3 പഴുത്തത്. അത് ഈ കമ്പിവേലി കിടയിൽ കൂടെ കൈയിട്ടാ പറിച്ചു കേട്ടോ പുള്ളിക്കാരൻ. വേണ്ട, അടുത്ത് പറഞ്ഞു. ബാഗ് ഇട്ട് പോകുമ്പോൾ നിലവിൽ എല്ലാ പട്ടികളും ഇങ്ങനെയാണ്. നേരെ നടന്നു വരും, എന്നെ കാണുമ്പോഴത്തേനും നിൽക്കും കേട്ടോ. നീ പൊക്കോ 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 പൊക്കോ. കാരണം ഇങ്ങനെ ബാഗിന്റെ മണ്ടയിൽ ഓരോ സാധനങ്ങളൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേനും പട്ടി വിചാരിക്കുന്ന ഞാനെന്തോ. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ തന്നെ. അലക്കും കുളിയെല്ലാം കഴിഞ്ഞ് നല്ലൊരു മീൻപിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ അടുത്തുള്ളൊരു ചെറിയൊരു ചായക്കടയല്ല, ഈ ചൗമീനില്ലേ നമ്മുടെ ന്യൂഡില് തുക്ക, അതൊക്കെ കിട്ടുന്നൊരു കടയിൽ വന്നു കേട്ടോ. അപ്പം തുക്ക ഒഴിച്ചിട്ട് തിരിഞ്ഞാൽ മതിയെന്ന് അവരൊരേ നിർബന്ധം. രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഇതാണ്ട് നമ്മുടെ ഫുഡ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മേം ഇന്ത്യ കേരള സയ്യ. ഇത് കണ്ടില്ലേ, ഈ മേളിൽ കെട്ടി തൂക്കിയിട്ടേക്കുന്നത് ഇത് ഫുള്ള് യാക്കിന്റെ ഇറച്ചിയാണ് കേട്ടോ. ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ പുക അടിച്ചിട്ട് അത് ഉണങ്ങി കിട്ടും. ഇവിടെ എല്ലായിടത്തും കാണാൻ ഇങ്ങനെ ഇറച്ചി കെട്ടി തൂക്കിയിട്ടേക്കണേ. ഈ സാധനം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. केरला को मलयालम बोलते हैं। आपको पता है? मद्रास मलयालम, मद्रास को तमिल बोलते हो। അങ്ങനെ നമ്മളിവിടെ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവർ ഡെയിലി കഴിക്കുന്ന ഫുഡാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ പിരിയുന്ന സമയമായി. ഭയ്യ ബഹുത്ത് അച്ഛാ നിന്നെ മിലേഗാ? आधा का दिन बहुत अच्छा है. हमका 2 मछली मिलेगा, 2 मछली. या रोबिन ब्रो, ठीक है, मिलेगा. धन्यवाद जी, ബൈ. അടിപൊളി ആൾക്കാരായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു യാത്രയുടെ, എൻ്റെ ഒരു യാത്രയുടെ ഉദ്ദേശം ഇത് തന്നെയാണ്. भाईजान ठीक है का? ए तुमका अच्छा है, बहुत अच्छा है, मिलेगा, ठीक है. ये क्या है ना, ए भी है? ओ तुबूटी है, कट करते रखा. ധന്യവാദ് ജി. അങ്ങനെ അവരോടും ബൈ പറഞ്ഞിട്ട് ലേക്കിന്റെ അങ്ങോട്ട് പോകണം കേട്ടോ. ലേക്കിന്റെ അങ്ങോട്ട് പോകത്തില്ല, വേറെ എവിടെ വരെ പോകും. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്തായാലും ഇതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിക്കകത്തുണ്ടല്ലോ ഒരു ചെറിയൊരു ചെറുക്കനുണ്ട്, പുള്ളി അവനതിന്റെ കിളിയ. എന്നെ ആക്റ്റീവ് ആണെന്നറിയോ,
ഒരു പഴയ റേഞ്ച് റോവറിന്റെ ഡിസ്കവറി പോകുന്നു. ആ ചെറുക്കൻ ഭയങ്കര രസമാണ്. ഞാൻ അവൻ അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ കാണിച്ചു തരാവേ. ഓ പേവാലേക്ക് ആകെ മേം. Okay. ഓ पैदल जाना 3 minutes. 3 minutes. ഓ നൈസ്, വെരി നൈസ്. Okay, very nice. ഈ ഇവരാട്ടോ ഞാൻ പറഞ്ഞത് വണ്ടിയുടെ കിളി, ഭയങ്കര രസമാണ്. ഞാൻ വേണ്ട വണ്ടിയുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. ഇവിടെ ആവുമ്പോൾ എല്ലാ കാഴ്ചകളും കാണാം. നമ്മൾ വന്നപ്പോൾ ഫുള്ള് ട്രാവൽ ചെയ്ത് ഈ പച്ച ബസ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ പച്ച ബസ്സിൽ കയറി കഴിഞ്ഞാൽ സിറ്റിയുടെ എവിടെ വേണമെങ്കിലും പോകാം. ഇതാണ് പൃഥ്വി ചൗക്ക്. നമ്മളന്ന് വന്നില്ലായിരുന്നോ? ആ ആളെ പിടിക്കാനായിട്ട് പോയേക്കുന്നുണ്ടോ? വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു 100-200 മീറ്റർ ഓടിട്ട് അവിടെ ഇരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം പോയി കൊണ്ടുവരും. കണ്ടില്ലേ? ഏതൊക്കെയോ വഴി പോയിട്ട് അവിടെ നിന്നൊക്കെ കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് കയറ്റും. ഈ ഒരു വണ്ടിയുടെ കളക്ഷന്റെ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്ന കളക്ഷന്റെ ഒരു 50% ആ ചെറുക്കൻ മാത്രം മേടിച്ചു കൊടുക്കുക കേട്ടോ. അവന് കുറച്ചു മുമ്പ് കടക്കകത്ത് കയറിയിട്ട് 2 ആൾക്കാരെ പിടിച്ചോട്ട് വന്ന് വണ്ടിക്കകത്ത് കയറ്റി. ബ്രോ ഹീസ് അമേസിംഗ് ബ്രോ. അച്ഛാ മാർക്കറ്റിംഗ് ഹൈ. അച്ഛാ നൈസ് ഹൈ. യുവാദി നേപ്പാളി പൂച്ച നിനക്കും വേണോ? എന്തിനാ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നേ?